ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് ബാസലിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോവാത്ത സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പിന്നെ പുതിയതായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട, മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മോനെ സാധനം നോക്കി, ഒരു കിട്ടില്ല ഡിഫൻഡർ, അടിപൊളി. ഗായ്സ്, ഞാനിവിടെ റെഡ് ബസ് സ്പോട്ട് ചെയ്ത്. ഇത് ജർമ്മനീൻ്റെ ബസ്സാന്ന് തോന്നുന്നുണ്ട്. DB എന്ന് എഴുതിയിട്ടുണ്ട്. DB എന്ന് പറഞ്ഞാൽ ഡോച്ച് ബാന, അങ്ങനെ എങ്ങാണ്ടാണ്. കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഒരു ട്രാം സ്റ്റേഷനിൽ ഇതാണ്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചുമന്ന ബസ് സ്പോട്ട് ചെയ്തു ഗൈസ്. എല്ലാം ഓടുന്നുണ്ട്, ഓടി കയറുക പാവങ്ങൾ. പക്ഷെ നല്ല വലുപ്പമുള്ള ബസ്സുകളാട്ടോ ഇവിടുത്തെ. ട്രെയിന് പോലെ വലുപ്പമുണ്ട്. 2 ബസ് ഇടയ്ക്ക് വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയാൽ മതി. ഓടുന്ന ഓടിക്കറി കൊള്ളാം. ബസ് എടുത്ത് ഗുഡ്. എൻ്റെ സൈസ് നോക്ക്. വളയുന്ന ഇവിടെയൊക്കെ കണ്ടില്ല ഗൈസ്, എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതേപോലത്തെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിങ്ങനെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം. കണ്ടോ, കണ്ടില്ല, എന്തോ JCB ഒക്കെ നിർത്തിയിട്ടുണ്ട്. പണി നടക്കുന്നുണ്ട് ഇവിടെ, കണ്ടല്ലേ. റിനോവേഷനാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇത് കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ ഇറങ്ങാൻ. റൈൻ റിവറിൻ്റെ സൈഡിലേക്കാണ് ഗൈസ് പോണത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നമ്മൾ റൈൻ റിവറിൻ്റെ മണ്ടയ്ക്കുള്ള ബ്രിഡ്ജിലൂടെ നടക്കുന്നതായിരുന്നു കണ്ടത്. പക്ഷേ ഇന്നും നമ്മളതിൻ്റെ സൈഡിലൂടെ നടക്കാൻ പോവാണ്. വെതറും അടിപൊളിയാണ്. പക്ഷെ എന്നാലും എൻ്റെ മോനെ, ആ വെള്ളത്തിൻ്റെ കളർ നോക്കി, അടിപൊളി. കാണാൻ തന്നെ നല്ല രസം. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് വെതർ അത്യാവശ്യം സണ്ണിയാണ്. പക്ഷെ എന്നാലും ഇവിടെ എത്തിയപ്പോൾ ഈ മരങ്ങളുടെ ഒരു തണലും എല്ലാം കൊണ്ടും കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഇതടിക്കുന്നുണ്ട്. ഇത് കണ്ട ഗൈസ്, ഇതൊരു കക്കൂസാണ്. പൈസ കൊടുത്ത് കയറാൻ പറ്റുന്ന കക്കൂസ്. കൊള്ളാം. നമ്മുടെ കണി എന്തായാലും നന്നായിട്ടുണ്ട്. ഏതായാലും വ്യൂ കൊള്ളാം. എനിക്ക് ആ വെള്ളത്തിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ ഏതാല്ലേ, ഒരു കപ്പൽ പോകുന്നുണ്ട് ഗൈസ്. മണൽ കൊണ്ടുവന്ന കപ്പലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അപ്പം മണൽക്കടത്തൊക്കെ ഉണ്ടല്ലേ. ഈ പുഴയിൽ നിന്ന് മാറിയാണോ എന്തോ. എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല കാറ്റും കണ്ട ഗൈസ്. ഇങ്ങനെ നല്ല തണലത്ത് നല്ല വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ധാരാളം പേരുണ്ട് കേട്ടോ. സമ്മറായി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ ഇതിൻ്റെ കരയിൽ വന്നിരിക്കും. കുറേ പേര് ഇതിൽ കുളിക്കും, കുറേ പേര്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്, സെറ്റപ്പാണ് ഇവിടെ. കണ്ടോ, കുഞ്ഞു ബോട്ടുകളുണ്ട്. പിന്നെ ഫെറി സർവീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് പോകുന്ന. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഒരു ഭയങ്കര സമാധാനം, ഭയങ്കര ഒരു പീസ്ഫുൾനെസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ. കണ്ടോ, കുറേ പേര് സൈഡിൽ വന്നിങ്ങനെ ബെഞ്ചിലിരിക്കുന്നു, അവരുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നു. കുറേ പേര് ചായ കുടിക്കുന്നു, കുറേ പേര് ഇങ്ങനെ നടക്കുന്നു. എന്താല്ലേ, നല്ല രസമല്ലേ. ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഏതാ രസം. നല്ല വൈബായിരിക്കും. രാത്രി വന്നിരിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം ഇത്തിരി വെയിലുള്ളതുകൊണ്ട് വെയിലൊന്ന് ആറണം, എന്നാലും ഒരു സുഖമുള്ളൂ. കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് കണ്ടോ, കുഞ്ഞു ബോട്ടുകൾ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ റൈൻ റിവറിൻ്റെ വ്യൂ? എങ്ങനെയുണ്ട്? നമ്മളെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, ഈ കുഞ്ഞു ബോട്ട് എന്തോ കയറ് കെട്ടിയിട്ടാണ് പോകുന്നത്. അവിടെ അങ്ങ് അറ്റത്ത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗൊക്കെ കാണുന്നുണ്ട്. ഉണ്ടോ, ധാരാളം പേര് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. വൈകുന്നേരത്തെ ചായ കൂടിയും ബിയറടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഭയങ്കര കോമൺ, ആൾക്കാർ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്യണത്. എന്തോ കഫേ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഓട്ടർഷമായിട്ടൊരു വണ്ടിമേൽ കഫേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടി ഓട്ടർഷാന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. ഇവരുടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നൊരു രാത്രി ഡൈനിങ് അടിപൊളിയായിരിക്കും. ഇവിടെ എന്തോ ലോഗോ പട്ടീനെ കൊണ്ടുവരുന്നതാണോ എന്തോ എഴുതിയിട്ടുണ്ട്. എന്തായാലും കുറേ പേര് ഫെറിയിലേക്ക് പോകുന്നുണ്ട്, കുഞ്ഞു ബോട്ടിലേക്ക്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിൽ കയറണമെന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് കൗണ്ടറൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ബോട്ടിനകത്തായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ. എന്തായാലും ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടേ കൂടെ ഇങ്ങനെ വലിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ഇറങ്ങാനുള്ള സ്പോട്ട് അവിടെയുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ കൊടി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിടും. വലിയ പൈസ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം ഞാനെന്തായാലും ഇതിൽ കയറുന്നില്ല. ഒരു ദിവസം നമുക്ക് എന്തായാലും ഇതിൽ കയറാം. കണ്ട ഗൈസ്, ഈ ബോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ടോ, ആ കൊടി ഇങ്ങനെ പോകുന്ന നോക്കിയാൽ എനിക്ക് വേണം അതുപോലെ ഇങ്ങനെ കെട്ടി എന്തോ വലിക്കണമെന്ന് തോന്നണ്ട. അങ്ങനെ പോകണമെന്ന് തോന്നുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട്. ഇനി ഒഴുകി പോയിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടായിരിക്കുമോ? എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്താ ഇതിൻ്റെ ഒരു പരിപാടി എന്നുള്ളത്. എന്തോ വലിയ ടെക്നോളജി ആണെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിമുകൾ. നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ ആക്കാൻ പറ്റും. അങ്ങനത്തെ സ്ഥലങ്ങളാണ് മൊത്തം. കണ്ടോ,
അതൊരു വലിയൊരു പള്ളിയാണ് കേട്ടോ, ഭയങ്കര ഫേമസ് സ്ഥലമാണ്. നമുക്ക് അവിടേക്കും പോകണം ഒരു ദിവസം. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോകാം. അവിടെ പിന്നെ ഒരു എയർപോർട്ട് ഉണ്ട് ഗൈസ്, പക്ഷെ അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, കുഞ്ഞ് എയർപോർട്ടാണ്. അതുകൊണ്ട് അധികം ഫ്ലൈറ്റുകളൊന്നും അവിടെ വരില്ല. റൈൻ റിവറിൻ്റെ സൈഡിലൂടെ നല്ല കാറ്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. അടിപൊളിയാണ് ഇവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട്. മിക്കവാറും സൗണ്ടൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. എന്ത് ഭംഗിയല്ലേ! സ്വിറ്റ്സർലാൻഡിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇതേമാതിരി ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് അവിടെയൊക്കെ പോകണം, ഒക്കെ വീഡിയോ ആക്കി ചെയ്യണം. ബാസലിന് എഴുതിയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്, ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ലൈറ്റ് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് മണ്ടത്തിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്ലെയിന് പറന്ന് പൊന്തണത് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിലോ, പറയാൻ പറ്റില്ല. ഗൈസ്, ഇത് കണ്ടോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം മിനിയേച്ചറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മെയിൻ സ്പോട്ടുകൾ മൊത്തം ഇവിടെ ഇങ്ങനെ മാപ്പിൽ ഇങ്ങനെ കാണിക്കും. കണ്ടോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12 ഇത് ഒരു വലിയൊരു സ്പോട്ടാണ്. ഇവിടെ എന്താണ് എന്തോ ആ സാധനം. അപ്പോൾ അതേമാതിരി ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പേരും നമ്പറും കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഗൈസ്, നല്ല കിടില ഒരു വ്യൂ. കുറേ ആൾക്കാർ കുളിക്കുന്നു, അതല്ല വ്യൂ. കപ്പൽ പോകുന്നുണ്ട എൻ്റെ മോനെ, ഒരു കിടുക്കാച്ചി കപ്പൽ. ഇത് മറ്റേ പാസഞ്ചർ ഷിപ്പൊന്നുമല്ല, വേറെന്തോ സാധനമാണ്. എന്താണെന്ന് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ബിൽഡിങ്സും നല്ല വെയിലും ആ വെള്ളത്തിൻ്റെ കളറും കപ്പലൊക്കെ കൂടെ അടിപൊളി വ്യൂ അല്ലേ ഗൈസ്. ഈ പന്ന പുല്ല് ഇവിടെ ഉണ്ട്, പുല്ലല്ല എന്തോ ഒരു മരം, അതുകൊണ്ട് ആ ഒരു വ്യൂ ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമ്മർ ആകുമ്പോൾ ഇവന്മാർ ഇങ്ങോട്ട് ഇറങ്ങും. പോകുന്ന സാധനം അടിപൊളി അടിപൊളി. അങ്ങനെ മാംഗോ ഫ്ലേവർ ഒരു കോൺ ഐസ് വാങ്ങിച്ചു ഗൈസ്. റൈൻ റിവറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളിതാ ഒരു മാംഗോ ഫ്ലേവർ ഐസ്ക്രീം ഞം കഴിക്കാൻ പോകുന്നു. ഏയ്, സാധാരണത്തെ മാംഗോ ഫ്ലേവർ വരില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ചൂട് കൂടുമ്പോൾ ഈ ആൾക്കാർ ഈ റൈൻ റിവറിൽ കുളിക്കാനൊക്കെ വരും. അതേമാതിരി ഇവിടെ ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഇവിടെ കുളിക്കാം, പിന്നെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നീന്താൻ അറിയാത്തവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴുകി ഏതെങ്കിലും കാട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് പോകണം നമ്മൾ വരാൻ. ട്രാമൊന്നുണ്ടല്ലേ. സ്വിസ്സിലെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നൊരു എഫക്റ്റ് കിട്ടിയില്ലേ ഗൈസ്. നമ്മൾ അപ്പുറത്തെ കരന്ന് കണ്ടപ്പോൾ ആ വലിയ ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ്. കാണിച്ചാൽ അവിടെ എടുത്തത്. അതിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും നല്ല വ്യൂ നമുക്ക് കിട്ടില്ല. എന്തായാലും നോക്കട്ടെ. ഓ മൈ ഗാഡ്, ഇതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് ഇമാതിരി വലുപ്പം അതിന്. ഒരു ഡ്രാഗൺ എന്തോ ഇതിനെ കൊല്ലുന്നൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കുന്തം കൊണ്ട് കൊല്ലുന്ന ഒരാൾ. വാവ്, ഇതിൻ്റെ അവിടേക്ക് ഒരു വ്യൂ പോയിൻ്റ് കാണിക്കട്ടെ, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. എന്തായാലും സ്ഥലം കൊള്ളാം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്ക് കേട്ടോ. ഇതേമാതിരി കുറേ പള്ളികളുണ്ട് ഇവിടെ, കുറേ മ്യൂസിയങ്ങളുണ്ട്. ബാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം ഗൈസ്. നല്ല സ്പോട്ടാണ് ഇവിടെ, കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇവിടെ ചെറിയ ലൈറ്റൊക്കെ ആയിട്ടെ മൊത്തത്തിൽ നല്ല വ്യൂ പോയിൻ്റ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ബാസലിൻ്റെ കൊടിയാട്ടോ ഗൈസ്, ബാസലിൻ്റെ ഫ്ലാഗാണത്. ഓ മൈ ഗാഡ്, അത് ഇവിടെമാരി ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് കിടക്കട്ടെ. ഓ മൈ ഗാഡ്, എന്താ വ്യൂ നോക്ക്. ഉണ്ടോ? ഓ, ക്ലൗഡ്സൊക്കെ നിൽക്കണ നോക്ക്. അടിപൊളി വ്യൂ അല്ലേ. നൈസ്. കുറച്ച് വെയിലുണ്ട്, നമുക്കെന്നാൽ നല്ല താഴോട്ട് ഇറങ്ങാം.
ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ ഏതാ ലുക്ക് നോക്കിയ ഗൈസ്, നല്ല അടിപൊളി വ്യൂ അല്ലേ ഇത്. നമുക്ക് നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയില്ല ഒരു കോണി, ഞാനത് തിരിച്ച് കയറി വന്ന് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് മേലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള വ്യൂ അടിപൊളിയാണ് കണ്ട, നല്ല അടിപൊളി കളറിൽ വെള്ളവും ആ ഒരു സൺലൈറ്റ് ഇങ്ങനെ, ഏതാ രസം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്, ഇതുമേലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 5 ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ടോട്ടൽ ഇവിടെ. എത്രങ്ങാനും പേരാ നീന്തുന്നത് നോക്കിയാൽ കണ്ടാ, നീന്തുന്ന നോക്ക്. പായലൊക്കെ കണ്ട സൈഡിൽ കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും ഉണ്ട്. കൊള്ളാം, അടിപൊളി. 2 കരേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നടുക്ക് കൂടെയുള്ള ബ്രിഡ്ജും വ്യൂ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി. നൈസായിട്ടില്ലേ. നമ്മൾ നേരത്തെ ഇതിലൂടെയാണ് നടന്നു പോയത്. ഇതുകൊണ്ട് എഴുതി വെച്ചാൽ സ്പ്രിംഗൻ 1 എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവന്മാർ ധാരാളം പേര് ഇതിൻ്റെ മണ്ടയ്ക്കുന്ന താഴത്തേക്ക് ചാടണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചേക്കണം. കണ്ട, ചാടരുത് എന്നുള്ള സിമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതെല്ലാം ഞാൻ S25 എടുക്കണേ, അതുകൊണ്ട് 8K എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലായിട്ടായാണ് ഏറെക്കുറെ നമ്മളെ വീടിരിക്കുന്നത്. കണ്ട ഗൈസ്, ഈ വലിയ ബിൽഡിങ്ങുകൾ കണ്ടോ, ഇതാണ് കുൺസ് മ്യൂസിയം. ബാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയങ്ങളുടെ നാടാണല്ലോ. ഇവിടെ കണ്ടമാനം മ്യൂസിയങ്ങളുണ്ട്. ഇത് ഇവിടെ ഒരുത്തൻ പെയിൻ്റ് അടിക്കാൻ തോന്നുന്ന, ഇവിടെ കണ്ടമാനം മ്യൂസിയമുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോ ദിവസം ഓരോന്നിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ പോയി വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ എങ്ങനെ പോകണമെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഒരു ബിസി ജംഗ്ഷനാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടമാനം ട്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ എന്തൊക്കെയോ ബിൽഡിങ്ങുകളാട്ടോ. ഇതൊരു ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് ഗൈസ്. UBS എന്ന് പറഞ്ഞൊരു ബാങ്ക്, ഇവിടുത്തെ ഫേമസ് ബാങ്കാണ്. സ്വിസ് ബാങ്ക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബാങ്കാണിത്. ഈ റൈറ്റ് സൈഡത്തെ ബിൽഡിംഗ് എന്താണെന്ന് എനിക്കറിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് എന്തോ മ്യൂസിയമുകളാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും മിക്കവാറും. കണ്ട, ഏതോ മ്യൂസിയം ആണത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കണ്ടമാനം മ്യൂസിയംസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഏതിൽ കയറാൻ തന്നെ ഡൗട്ടാ. കണ്ട, UBS ബാങ്ക് ഇവിടുത്തെ ഫേമസ് ബാങ്കാണ് UBS. ഞാനും ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണം. ഏതായാലും ഗൈസ്, സ്ട്രീറ്റ്സ് ഒക്കെ നോക്കി എന്ത് അടിപൊളിയാണ്. കണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അണ്ടർഗ്രൗണ്ടാണ്, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്ത് മരം വീണ് കറണ്ട് പോവുക അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ ഇത് അണ്ടർഗ്രൗണ്ട് വരുത്തി കഴിഞ്ഞാൽ എന്ത് അടിപൊളിയായിരിക്കും, കാണാൻ തന്നെ ഭയങ്കര ക്ലീൻ ആവും. ഈ പോസ്റ്റുകൾ മറിഞ്ഞുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. നമ്മളങ്ങനെ നടന്നൊരു ജംഗ്ഷനിലേക്ക് എത്തി. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല എടുപ്പുള്ള ബിൽഡിങ്സ് മൊത്തം. കണ്ടോ, ഏതൊരു ബിൽഡിംഗ് അവിടെ പണിയുന്ന എന്തോ വലിയ ടവർ പോലെ. ഇത്ര ട്രാമ വന്ന് കിടക്കണം നോക്കിയാൽ കൈസ്, ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ കണ്ടമാനം ട്രാമുകൾ അങ്ങോട്ട് ഇവിടെ ഒരെണ്ണം പോകുന്നു. അമ്പോ, ഇതൊരു വലിയ ജംഗ്ഷൻ തന്നെ കേട്ടോ. അത് വലിയ ക്രോസ് ജംഗ്ഷൻ. നമുക്കിനി ഏതായാലും ഇങ്ങോട്ട് പോകാം. മഞ്ഞ സീബ്ര ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി പച്ച കണ്ടാൽ നടക്കണം, ചുവപ്പ് കണ്ടാൽ നിൽക്കണം. ഇപ്പം നമ്മൾ പോകാൻ പോണത് ഗൈസ് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ വണ്ടികളൊന്നും അലൗഡ് അല്ല. കണ്ടില്ല, സൈക്കിളും ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യണം. പിന്നെ വേറെ വണ്ടികളൊന്നും അലൗഡ് അല്ല. ഇത് കണ്ടോ, നോർത്ത് ഫേസിൻ്റെ ഷോപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഇവിടെ നമുക്ക് ആൾക്കാർക്ക് ഇങ്ങനെ നടന്ന് പോയിട്ട് വാങ്ങിക്കാം സാധനങ്ങളൊക്കെ. ഇവിടെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സും ഉണ്ട്, ലോക്കൽ ബ്രാൻഡ്സ് അങ്ങനെ എല്ലാം കിട്ടും നമുക്കിവിടെ. ഇവിടെ 2 സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഓരോ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ടാവും. ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഡെക്കറേഷൻ മാതിരി എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ബാറാണത്, ജൂലിയസ് ബാർ. പക്ഷെ പേടിക്കണ്ട, എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാ ടൈമും കഴിഞ്ഞ്. ഇവിടെ എല്ലാ കടകളും നേരത്തെ അടയ്ക്കും. ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും കടകളൊക്കെ അടയ്ക്കും. പിന്നെ സൺഡേ ഹോളിഡേ ആണ്, സൺഡേ ഒരു കടയും തുറക്കില്ല. ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് സ്ഥലങ്ങളൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും ഒരു 6:30-7 മണിയാകുമ്പോൾ അടയ്ക്കും. ഇത് ലക്കോസ്റ്റേൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു കട ഉണ്ടല്ലോ അവിടെ. ഒരു ജിമ്മുണ്ട് സൈഡിൽ. പിന്നെ ആൾക്കാർക്ക് വെറുതെ നടക്കുമ്പോൾ കാല് കഴിക്കുമ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർബക്സ് ഇതാ സൈഡിൽ, സ്റ്റാർബക്സ്. ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റാർബക്സ് ഇവിടേക്കൊന്നും കയറിയിട്ടില്ല. അന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കുടിച്ചതാണ്, പിന്നെ ഇവിടെ ഒന്നും കുടിച്ചില്ല. ഒരു ദിവസം ഇറങ്ങണം ഇങ്ങോട്ടേക്ക്. പിന്നെ ഗൈസ്, ഇങ്ങനത്തെ ഫൗണ്ടെയിനിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നല്ല വാട്ടർ കേട്ടോ, ആർക്ക് വേണേലും പോയി കുടിക്കാം. റോളക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടോ ഗൈസ്, ഒരു ആപ്പിൾ സ്റ്റോർ കണ്ടില്ലേ. നമുക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ കാണായിരുന്നു. ആൾക്കാർ ഷോപ്പിങ്ങിനൊക്കെ കയറണതൊക്കെ നമുക്ക് കണ്ട. കുറേ പേര് റോളർ സ്കേറ്റിങ്ങിലൊക്കെ പോകണം. സംഭവം എന്തെന്ന് വയലിൻ പോലത്തെ വലിയൊരു സാധനം. ടോം ആൻഡ് ജെറിയിൽ മാത്രമേ ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ ഇപ്പം ചെന്ന് കയറാൻ പോണത് ഒരു വലിയ ജംഗ്ഷനിലേക്കാണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, ഞാൻ പറഞ്ഞുതരാം. ആ കാണുന്ന ചുമന്ന ബിൽഡിംഗ് കണ്ടോ ഗൈസ്, ഇത്തിരി ഭംഗിയുള്ള, അതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ, ബാസൽ ടൗൺ ഹാൾ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മറ്റേ പാർലമെൻറ്റ് മീറ്റിങ്ങുകൾ, ഗവൺമെൻറ് പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കുക. ഇത് കണ്ടില്ലേ, കുറേ കൊടികളൊക്കെ വെച്ചിട്ട്. ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് നമ്മുടെ വെനസ്ഡേയ്സിലൊരു മാർക്കറ്റ് നടക്കും. ഈ പച്ചക്കറികളും അതും ഇതൊക്കെ ആയിട്ടുള്ള മാർക്കറ്റുകളുണ്ടാവും. റെഡും ചുവപ്പും ട്രാമ് പോകുന്നുണ്ടോ. ഇതൊക്കെ ലീവറി കേട്ടോ, ആഡാണിത് മൊത്തം. എൻ്റെ മോനെ, ടൗൺ ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം. ഏതാ ലുക്കില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ. ഇതിനൊക്കെ എത്ര കാലം പഴക്കമുണ്ടാവും, അവർ എത്ര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണേ.
എല്ലാ സാധനം കാണാൻ അതിൻ്റെ ചിത്രപ്പണികളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ. ഞാൻ വൈഡ് ആംഗിൾ ഇട്ട് കാണിക്കാം. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്കെയിലിംഗ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാവുക. എന്ത് വലുപ്പമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു ജംഗ്ഷൻ ഭയങ്കര ഫേമസ് ആട്ടോ, ഈ ടൗൺ ഹാളിലുള്ള ജംഗ്ഷൻ. എനിക്ക് തോന്നുന്നത് അവിടെ ക്ലോക്കും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മറ്റേ മണി അടിക്കുന്ന ക്ലോക്ക് ഓരോ മണിക്കൂറാകുമ്പോൾ ഇങ്ങനെ ബെല്ലടിക്കുന്നത് അതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. കണ്ട കേസ് ഒരു ട്രാം വരുന്നുണ്ടോ? ഒരു പഴയ ട്രാമാണ് കണ്ടോ, പണ്ട് കാലത്തെ ട്രാമാണ് ഇത്. ഒരു ലുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ. ഈ മെക്ഡിയിലാണ് കേസ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോണേ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു പഴക്കാലോചിച്ച് നോക്ക്. ഇവിടെ ഇങ്ങനത്തെ ഒരു മെക്ഡി വെക്കണമെങ്കിൽ ഇവന്മാർ മാസം എത്ര റെൻ്റ് അടക്കണമെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മെക്ഫ്ലറി വാങ്ങിച്ചു ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ആണ് ഇതിപ്പോൾ. ഞാനിങ്ങനെ നമ്മുടെ ബാസൽ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലിരുന്ന് മെക്ഫ്ലറി കഴിക്കുകയാണ്. ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ കയറാട്ടോ, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഉള്ളിൽ കയറി ഇതേപോലെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കുമായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ വന്ന ടൈം ശരിയായില്ല. എന്തായാലും കുഴപ്പമില്ല, ടൈം നമുക്കിവിടെ ഇങ്ങനെ കിടക്കില്ലേ, നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. എന്നിട്ട് ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. എന്ത് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മെക്ഫ്ലറി എല്ലാം കഴിച്ച് സൈഡിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൗൺ ഹാളിനോടൊക്കെ ഒരു ബൈ പറഞ്ഞുകൊണ്ട്. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഇതാണ്, ഈ മെക്കഡി എത്ര പൈസ കൊടുക്കുന്നുണ്ടാവും ഇമ്മാതിരി ഒരു ബിൽഡിങ്ങിൽ. നമുക്കിതേപോലെ ഉണ്ടാക്കിയിടാൻ എളുപ്പമാണ്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നുണ്ടാവും. ഞാൻ മെല്ലെ വീട്ടിലേക്ക് നടക്കുകയാണ്. സമയം 8:30 കഴിഞ്ഞു. വെളിച്ചം നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് കരുതുന്നു. സോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.